സത്യം പറഞ്ഞാൽ ഒരു അടിയന്തര പ്രമേയം ചർച്ചയ്ക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുക, ഗ്രില്ല് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പക്ഷെ ഇത്തവണ 2-3 പ്രമേയങ്ങൾ ഗവൺമെന്റ് സമ്മതിച്ചു കൊടുത്തു. കാരണം ഈ മൃഗീയമായ ഭൂരിപക്ഷം ഉപയോഗിച്ച് അതിനെ നേരിടാനുള്ള തന്ത്രമായിരുന്നു. ശബരിമല പ്രശ്നത്തിലും, അതായത് അയ്യപ്പന്റെ സ്വർണ്ണ കട്ട കാര്യത്തിലും ഇതേ ഒരു തന്ത്രമാണ് ഗവൺമെന്റ് എടുത്തത്. പക്ഷെ അതിന് പ്രതിപക്ഷം തയ്യാറായില്ല. അവര് അതിന് പകരമായിട്ട് സഭയിൽ മന്ത്രി വാസവിന്റെ രാജിയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ പിരിച്ചുവിടലും ആവശ്യമായി ഉന്നയിച്ചുകൊണ്ട് പോരാട്ടം നടത്തുകയാണ് ചെയ്തത്. അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട ചില ടെലിവിഷൻ ചർച്ചകളിൽ BJP പ്രതിനിധികൾ നിങ്ങൾ എന്തുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്ത് ചർച്ചയ്ക്ക് ഒരു അവസരം ഉണ്ടാക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അതായത് നിയമസഭയിൽ മന്ത്രിമാരായ P. രാജീവും MB രാജേഷും, പുറത്ത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ്, അവര് പറഞ്ഞ കാര്യങ്ങൾ ഈ ചർച്ചകളിൽ ചില BJP പ്രതിനിധികൾ ആവർത്തിക്കുന്നത് കേട്ടു. എന്തായിരുന്നു അതിന്റെ അർത്ഥമെന്ന് മനസ്സിലായില്ല.